സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ലോക് ഭവനിൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണറെ സന്ദർശിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം കണ്ടോൺമെൻറ്റ് ഹൗസിൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക ഭവനമാണ് കണ്ടോൺമെൻറ്റ് ഹൗസ്. ഒരുപക്ഷെ ഇന്നത്തോടുകൂടി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വസതിയായ നാളെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ക്ലിഫ് ഹൗസിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ഔദ്യോഗിക വാസം. ഈ കാലയളവിൽ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ കാലയളവിലെ അവസാനത്തെ വാർത്താ സമ്മേളനമായിരിക്കാം ഈ കണ്ടോൺമെൻറ്റ് ഹൗസിൽ നിന്നുള്ള ഈ വാർത്താ സമ്മേളനം. നാളെ അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: നാളെ സത്യപ്രതിജ്ഞയാണ് രാവിലെ 10 മണിക്ക്. മുഖ്യമന്ത്രിയോടൊപ്പം 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം UDF-ൽ കോൺഗ്രസിൽ സമ്പൂർണ്ണ മന്ത്രിസഭയെ സത്യപ്രതിജ്ഞ ചെയ്യാണ്. ഇന്ന് 20 UDF മന്ത്രിമാരുടെ ലിസ്റ്റ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് സമർപ്പിച്ചു. അപ്പോൾ നാളെ ഞാനടക്കം 21 പേര് സത്യപ്രതിജ്ഞ ചെയ്യാണ്. ലീഗ് മന്ത്രിമാരുടെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. ബാക്കിയുള്ളവരുടെ നിങ്ങൾക്കറിയാം. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ് മന്ത്രിമാരുടെ ലിസ്റ്റ്. അതിൽ 63 MLA-മാർ കോൺഗ്രസിലുണ്ട്. ഒരുപാട് അർഹതപ്പെട്ട ആളുകളുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ അക്ഷരാർത്ഥത്തിൽ. പക്ഷെ നമുക്ക് 11 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് കുറേ അർഹതയുള്ള ആളുകളെ പല സോഷ്യൽ ബാലൻസും റീജിയണൽ ബാലൻസും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ അവരെ പരിഗണിക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് വലിയ ദുഃഖമുണ്ട്, വലിയ പ്രയാസമുണ്ട്. വളരെ അടുത്ത സഹപ്രവർത്തകരാണ് പുറത്തു നിൽക്കുന്ന പലരും, ഇതിൽ പെടാത്ത പലരും. പക്ഷെ പല മാനദണ്ഡങ്ങൾ വെച്ച് കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ ഉള്ള ചില പരിമിതികൾ, ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, പ്രാദേശികമായ വിഷയങ്ങൾ, മേഖലയെ സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം അതെല്ലാം പരിശോധിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടിയാലോചിച്ച് AICCയുടെ അനുവാദത്തോടു കൂടിയാണ് ഇന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ K മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ CP ജോൺ, ശ്രീ AP അനിൽകുമാർ, ശ്രീ N ഷംസുദ്ദീൻ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ റോജി M ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ M ലിജു, ശ്രീ KM ഷാജി, ശ്രീ PK ബഷീർ, ശ്രീ VE അബ്ദുൽ ഗഫൂർ, ശ്രീ T സിദ്ദിഖ്, ശ്രീമതി KA തുളസി, സനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ OJ ജനീഷ്. ഇതാണ് 20 പേരുടെ പേര്. ആണല്ലോ. സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ സഭയിലെ തന്നെ മുതിർന്ന അംഗമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും. ചീഫ് വിപ്പ് അത് കേരള കോൺഗ്രസിനാണ്. അദ്ദേഹം ശ്രീ PJ ജോസഫ് സാർ അത് പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾ വരട്ടെ, എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് വരേണ്ട, ചിലപ്പോൾ ഇതിൽ വന്ന വളരെക്കാലം അർഹതയുള്ള ആളുകളുണ്ട് പുറത്ത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു പാർട്ടി ഇത് നിശ്ചയിക്കും. കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി
തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സോഷ്യൽ ബാലൻസ്, റീജിയണൽ ബാലൻസ് ഇതൊക്കെ നോക്കണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ അർഹതയുള്ള 63 പേര് ജയിച്ചു വന്നിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പൊ അതില് കുറെ ആളുകൾ, എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ ഉറപ്പായിട്ട് വരണ്ട. പക്ഷെ 11 ഉള്ളു. 10 ഇതിലെ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്, 11 അത് പറയാം, പിന്നീട് പറയാം. ഇല്ല, അത് പറയാം, പിന്നീട് പറയാം. വകുപ്പുകളുടെ കാര്യം, വകുപ്പുകളെല്ലാം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികൾ തമ്മിലുള്ളതും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കണം. അത് സാധാരണ അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഗവർണർക്ക് സമർപ്പിക്കാറുള്ളത്. നാളെ അത് സമർപ്പിക്കും. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗവർണറുടെ അപ്രൂവൽ കിട്ടിയാൽ അത് ഗവൺമെന്റ് പ്രസിൽ കൊടുത്ത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. പ്രഖ്യാപിക്കാറില്ല. അതാണ് അതിന്റെ കൺവെൻഷൻ. അത് പറഞ്ഞല്ലോ, ഞാൻ 3 ചോദ്യം വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ചില ധാരണകളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അറിയിക്കാം. അല്ലല്ല, അതൊക്കെ പറയാന്നേ. അതൊക്കെ നിങ്ങൾ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ അടുത്ത വിസ്മയങ്ങൾ നോക്കിയോ. അതായത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ശ്രീ രാഹുൽ ഗാന്ധിജി, ശ്രീമതി പ്രിയങ്ക ഗാന്ധിജി, കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി ശ്രീ സുഖ്വീന്ദർ സുഖു. അതേ, ഞാൻ NSU അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഹിമാചലിലെ NSU പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പിന്നെ കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ. പിന്നെ അവിടെ നിന്നെല്ലാം നിരവധി മന്ത്രിമാരെല്ലാം വരുന്നുണ്ട്. അത് വരട്ടെ, അദ്ദേഹം വരും. അത് വരും. അല്ല, പിന്നീട് അല്ല, ഇപ്പൊ അല്ല, നാളെ, പിന്നീട് നിരവധി മന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഉണ്ടാവും. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശ്രീ ബിനോയ് വിശ്വം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വിവിധ കക്ഷി നേതാക്കൾ ഉണ്ടാവും. ഏറ്റവും ബഹുമാന്യനായ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഒന്നും പറയില്ല. ഒരു ഡിമാൻഡും ആരും വെച്ചിട്ടില്ല. ഒരു ഡിമാൻഡും, അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ചർച്ച നടന്നിട്ടില്ല. ഇല്ല, എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അല്ല, ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും കുറിച്ചും പറയുന്നില്ല. ഞങ്ങൾ ചർച്ച ചെയ്യാത്ത പേരുകൾ പോലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ മന്ത്രിസഭാ ലിസ്റ്റ് ഉണ്ടാക്കാൻ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാവരും ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മന്ത്രിസഭാ ലിസ്റ്റ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ പട്ടികജാതി മന്ത്രി ഉണ്ടായിരുന്നില്ല. അവസാനം ഉണ്ടായിരുന്നോ? ചരിത്രത്തിൽ ആദ്യമായി 2 പട്ടികജാതി മന്ത്രിമാർ വരികയാണ്. സമീപകാലത്തെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയിൽ 2 സ്ത്രീകൾ വരികയാണ്. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ നഫീസത്ത് ബീവിയെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, മുതിർന്ന നേതാവായിരുന്നു നഫീസത്ത് ബീവി അല്ലേ, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്. ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ നിങ്ങള് വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര മിടുക്കരായിട്ടുള്ള ആളുകൾ, ഇതിൽ വരേണ്ട ആളുകൾ, അർഹരായ ആളുകളുണ്ട്. നോക്കണ്ടേ?
നമ്മൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ മറ്റ് പ്രധാനപ്പെട്ട ജനകീയ പ്രഖ്യാപനം ഉണ്ടാകുമോ? ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണും, തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞാണോ? പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ നോക്കാം, നമുക്ക് ആലോചിക്കാം. എന്തായാലും ഞാൻ നിങ്ങളെ കാണാതെ പോണ ആളല്ലല്ലോ. ഇന്നലെ ഇന്നും മിനിയാന്നുമായിട്ട് എത്ര പ്രാവശ്യം നിങ്ങളെ കണ്ടു? ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത്, നിങ്ങളെ കാണുന്നൊരു രസമല്ലേ? നിങ്ങൾ എന്നെ വിമർശിക്കുകയും വേണം. നിങ്ങളെ വിമർശിക്കുകയും വേണം, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും വേണം. നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് തിരുത്തും. പ്ലീസ്, ഞാൻ പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നയാൾ വിമർശനത്തിന് അതീതനല്ല. വിമർശിക്കണം, പക്ഷെ ആകാശത്ത് നിന്ന് വാർത്തയുണ്ടാക്കരുത്. വാർത്തയുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെന്തിനാ മറുപടി പറയണം? നിങ്ങൾ സത്യസന്ധമായും വിമർശനാത്മകമായും നാട് നന്നാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ഇടപെടലുകളെ സ്വാഗതം ചെയ്യും, നിങ്ങളുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും. മാധ്യമങ്ങൾ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് കൂടി മാറണം എന്നുള്ള അഭിപ്രായക്കാരൻ. അല്ലാതെ എല്ലാ ദിവസവും ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല എന്നെ കുറിച്ച് നല്ല, എനിക്ക് ഭയങ്കര രസമുണ്ട്. രാവിലെ ആകുമ്പോൾ നല്ല വാർത്തകളാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. യാഥാർത്ഥ്യബോധമില്ലേ? നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരില്ലേ? യാഥാർത്ഥ്യബോധമുണ്ട്. വിമർശനങ്ങൾ വരും, അപ്രിയങ്ങളായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അല്ലേ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചിലപ്പോൾ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഗംഭീരാക്കാം. അത് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഒരു പുതുയുഗ കേരളത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടാണ് UDF വരുന്നത്. അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്, മാധ്യമങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് മാത്രമല്ല, മാധ്യമങ്ങളോട് മൊത്തമായിട്ട് ഞാൻ അത് പറയാം. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യാം. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിമർശിച്ചാൽ എന്താ? അത് വേണം എന്നുള്ള അഭിപ്രായമാണ് ആ അഭിപ്രായമാണ്. ഞാൻ നെഹ്റുവിയനാണ്, നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ലേ? ആ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് ഞാൻ. കാർട്ടൂണിസ്റ്റ് ശങ്കർ അദ്ദേഹത്തെ കുറിച്ച് കാർട്ടൂൺ വരയ്ക്കാതെ വിമർശിച്ച് കാർട്ടൂൺ വരയ്ക്കാത്തതിന് പരിഭവം പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതല്ല, അത് ഞാനത് പറഞ്ഞു. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ലേ? ഞാൻ പറയാം, കുറവുകളുണ്ട്. ഞാനത് സമ്മതിക്കുന്നു, കുറവുകളുണ്ട്. പക്ഷെ ഒരു പാർട്ടിയല്ലേ തീരുമാനം എടുക്കുമ്പോഴുള്ള എങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. ഞാൻ അദ്ദേഹത്തിനെതിരെ വിമർശിക്കുന്നത് ഇപ്പൊ എന്തിനാ? അദ്ദേഹത്തിന്റെ ശൈലി അതാണ്, എന്റെ ശൈലി അതല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അതിൽ നിന്ന് സംസാരിക്കില്ല നിങ്ങളോട്. വേണമെങ്കിൽ നോക്കാം, അങ്ങനത്തെ ഒരു വാർത്ത കൊടുക്കാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഇതിന്റെ അകത്ത് എന്ത് ഗ്രൂപ്പാണുള്ളത്? ഏത് ഗ്രൂപ്പാണ് ഇതിനകത്തുള്ളത്? നിങ്ങൾ നോക്ക്, ഒരു കോൺഗ്രസ് നേതാവും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. ഞങ്ങള് ഒരുമിച്ചിരുന്ന് 10 മിനിറ്റ് കൊണ്ടാണ് ആദ്യത്തെ പേരുകൾ എഴുതിയത്. അവസാനം 1-2 പേരുകൾ, 2-3 പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില മാനദണ്ഡങ്ങൾ കൂടി കണക്കാക്കി അതിന്റെ എല്ലാ കാര്യങ്ങളും കൂടി ചർച്ച ചെയ്തിട്ടാണ് ആ തീരുമാനം എടുത്തത്. മനസ്സിലായല്ലോ? അല്ലാതെ വീതമ്മപ്പല്ല. ഏത് ഗ്രൂപ്പാ വീതം വയ്ക്കാൻ? ഒരു ഗ്രൂപ്പുമില്ല. ഒരു നേതാവും ഒരു ഗ്രൂപ്പും ആരും ഒരു പ്രഷറും ചെലുത്തി ഉണ്ടെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് നടക്കുമോ? ശരിക്കും ഇന്നലെ വൈകുന്നേരം പ്രോസസ്സ് തുടങ്ങുന്നത്. ഞാൻ ഇന്നലെ രാവിലെ 11 മണിക്കാണ് എത്തുന്നത്. ഞാൻ പ്രധാനപ്പെട്ട ആളുകളെ കണ്ടതിന് ശേഷം
ഇന്നലെ ഏകദേശം വൈകുന്നേരം 5 മണിക്കാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ചർച്ച. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഗവർണർക്ക് ഇത് സബ്മിറ്റ് ചെയ്തു. മറ്റു നേതാക്കന്മാര് കോൺഗ്രസിന്റെ അകത്ത് ഘടകകക്ഷികളുടെ അടുത്ത് അവര് സഹകരിച്ചില്ലെങ്കിൽ നടക്കും ഇത്. നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. നടക്കുക ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ അവര് എന്നെ കണ്ട് എനിക്ക് അനുഗ്രഹം തരാൻ വേണ്ടി വന്നതാണ്. ഒരു പട്ടികം തരാൻ വന്നല്ലോ. അതെനിക്കറിയില്ല. എനിക്കൊരു പട്ടികം എന്റെ കയ്യിൽ തന്നിട്ടില്ല. അവര് എന്നെ വന്ന് അനുഗ്രഹിച്ചിട്ട് പോയി. ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു, ശിവഗിരിയിൽ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും, അവരെ കൂടെ പ്രതിദാനം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എടുത്തൊന്ന് നോക്ക്. ഇതിന് മുമ്പുണ്ടായിരുന്ന UDF മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ കൂടി ആണോ? പിന്നെ ഈഴവ സമുദായത്തിന്റെ ഉദ്ദേശിച്ച് നിങ്ങൾ പറഞ്ഞത് പ്രാതിനിധ്യം കൂടി. പിന്നെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ശ്രീനാരായണീയൻ ആരാളുള്ളത്? ഞാൻ ഭയങ്കര ശ്രീനാരായണീയനാണ്. ഞാൻ ശിവഗിരി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സമ്മാനം കിട്ടിയത്. അത് ഗുരുദർശനത്തെ കുറിച്ച് ഉപന്യാസം എഴുതിയതാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ സമ്മാനമാണ് കിട്ടിയത്. ഇതെന്താ വേണ്ടത്? അദ്ദേഹം പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുതരാൻ സൗമനസ്യം കാണിച്ച രാഷ്ട്രീയ നേതാവാണ്. ഈ UDFിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഗൈഡൻസും ഞങ്ങൾക്ക് തരുന്ന ആളാണ്. അദ്ദേഹത്തെയൊക്കെ നമ്മളങ്ങനെ കൈകാര്യം ചെയ്യാലല്ലോ. ഇല്ല, അവര് UDFിലുള്ള കക്ഷിയല്ലല്ലോ, UDFിൽ പുറത്തു നിൽക്കുന്ന കക്ഷിയല്ല. ശരിയപ്പ എന്തോരം നേരെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു.